ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ താറാവിനും കോഴികൾക്കും ഒക്കെ ഉള്ള ഫുഡുമായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. വൈകുന്നേരം എല്ലാ ദിവസവും ഞാൻ വൈകിട്ടാണ് കേട്ടോ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റയും വെള്ളവും ഒക്കെ വെച്ച് കൊടുക്കും. പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ വീണ്ടും അവരുടെ അടുത്തേക്ക് വരും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വന്നപ്പോൾ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് നമ്മുടെ താറാവ് അടയിരിക്കുകയാണ് കേട്ടോ. ഒരു കോഴിമുട്ടയും ഒരു താറാമുട്ടയാണ് കേട്ടോ ഉള്ളത്. അതിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ പുറത്തേക്ക് ഇറങ്ങി മുട്ടയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പുറത്തേക്ക് ഇറക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് തീറ്റ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ വേസ്റ്റ്, അതുപോലെ പഴത്തൊലി, പഴം വേസ്റ്റ് ആയിട്ടുള്ള പഴങ്ങൾ, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള തീറ്റകൾ ഭയങ്കര ഇഷ്ടമാണ്. പാക്കറ്റ് ഫീഡ് കൊടുക്കുമെങ്കിൽ പോലും നമ്മൾ ഇതുപോലുള്ള നാടൻ തീറ്റകളെല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുറത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മുടെ ഒത്തിരി കോഴികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ കോഴിയൊക്കെ സെയിലൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവർ ഇത്രയും പേരാണ് കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കപ്പയുടെ ഇലയും അതുപോലെ ചേമ്പലയാണ് കേട്ടോ കോഴികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ ചുരയ്ക്ക് ഒരുപാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നട്ടതൊന്നുമല്ല, തനിയെ കിളിർത്ത് വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിന് കുറച്ച് വളവും വെള്ളമൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് കായ്ച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള ചുരക്കയിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കറി വെച്ച് കഴിച്ചാലൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ വീണ്ടും ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം വന്നിട്ട് വീണ്ടും കയറിയിരിക്കുകയാണ് കേട്ടോ. അടയിരിക്കുകയാണ്. മുട്ടയൊന്നും ഇല്ല, എന്നാലും വന്നിരിക്കുകയാണ്. അപ്പോൾ കൂട്ടിനായിട്ട് ഒരാൾ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. താറാവ് കൂടെ അടുത്ത് തന്നെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പുറത്തെ കൂട്ടിലാണ് കേട്ടോ BB380 കോഴികളുള്ളത്. അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർക്ക് ഞാനൊരു മുട്ടപ്പെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യവുമില്ല, അവരതിനകത്ത് മുട്ടയിടില്ല കേട്ടോ. അവരിതുപോലെ ഈ ടാർപ്പയുടെ ഉള്ളിലായിട്ടാണ് കേട്ടോ മുട്ടയിടുന്നത്. എന്തായാലും ഇപ്പോൾ 4 പേരാണ് നമുക്ക് മുട്ടയിട്ട് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഇവരെ കുഞ്ഞിലേ വാങ്ങിച്ച സമയത്തുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണുക. ഇപ്പോൾ എന്തായാലും മുട്ടയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവർ. ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ. കാരണം എനിക്ക് കൂടുതലും ഇങ്ങനെ ഇത് അരിഞ്ഞു കൊടുത്ത് ഒരു സമയം കിട്ടാറില്ല അരിഞ്ഞൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കെട്ടിക്കൊടുക്കുകയാണ്. അവർ കൊത്തി കഴിച്ചോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ BB380 കോഴികളെ നമ്മളിപ്പോൾ അധികം അങ്ങനെ തുറന്ന് പുറത്തേക്ക് വിടാറില്ല കേട്ടോ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇലകൾ ഇങ്ങനെ മാറ്റി മാറ്റി കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മരച്ചീനിയുടെ ഇല, വാഴയില, ഇതൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് വാഴയില മുറ്റിയതാണെങ്കിൽ അവർ കഴിക്കില്ല, തളിർത്ത ഇലയാണ് അവർ കഴിക്കുന്നത്. പിന്നെ നമുക്കിതുപോലെ വേലകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇലകളിങ്ങനെ കളക്ട് ചെയ്തിട്ട് വണ്ടിക്കകത്ത് വെച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മുടെ കോഴികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഇതുപോലെ ഇലകൾ കിട്ടി കൊടുക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന അത് കണക്കാക്കിയിട്ടുള്ള ഇലകളാണ് തന്നെ ഞാൻ കൊടുക്കും കേട്ടോ എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികളെല്ലാം ഇപ്പം നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അവർ നമ്മൾ പാക്കറ്റ് ഫീഡ് കൊടുക്കുന്നത് കൂടാതെ തന്നെ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. കൂടിനകത്ത് തന്നെയാണ് വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അവർ എല്ലാം നല്ല രീതിയിൽ കഴിക്കും. പഴത്തൊലി, അതുപോലെ തണ്ണിമത്തൻ്റെ തോട്, കപ്പയ്ക്ക, ഇതെല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ല. നമ്മൾ BB380 കോഴിയാണെന്ന് വെച്ചിട്ട് നമുക്ക് പാക്കറ്റ് ഫീഡ് മാത്രമേ കൊടുക്കാവൂ എന്നൊന്നുമില്ല. പിന്നെ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കണം. അല്ലാതെയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ, ഇലകൾ ഒക്കെ നമുക്ക് കൊടുക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമ്മുടെ BB380 കോഴികളിൽ മുട്ടയിട്ട് തുടങ്ങിയ കോഴികൾ നമുക്ക് തിരിച്ചറിയാനൊരു മാർഗ്ഗമുണ്ട് കേട്ടോ. അതായത് കോഴികളുടെ പിന്നെ പൂവിങ്ങനെ ചരിഞ്ഞിരിക്കും കേട്ടോ. മുട്ടയിട്ട് തുടങ്ങിയ കോഴികൾക്കാണ് കേട്ടോ അങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്ര കോഴികളാണ് നമ്മുടെ കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ളത് എന്ന് കേട്ടോ. പിന്നെ ഇവർക്ക് വിരയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മെഡിസിൻസ്, സപ്ലിമെൻറ്റ്സ് എല്ലാം കറക്റ്റ് രീതിയിൽ കൊടുത്തു പോരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പുറത്തെ കൂട്ടിനകത്ത് നമ്മുടെ താറാവ് വീണ്ടും അടയിരിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. മുട്ട എടുത്ത് മാറ്റിയെങ്കിലും അടയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. മുട്ടപ്പെട്ടിയുടെ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അടയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.